എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 119 ഫെർട്ടിലൈസേഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാവരും പേജ് നമ്പർ 119 എടുക്കുക. ഫെർട്ടിലൈസേഷൻ അതിന് പറയുന്ന പേരാണ് ബീജ സംയോഗം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ബീജങ്ങളുടെ കൂടിച്ചേരൽ എന്നുള്ളതാണ് സംയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥമുള്ളത്. ഓക്കെ, ഇനി 36ാമത്തെ ചോദ്യം, ഹൗ സെമൻ ഡെപ്പോസിറ്റഡ് ഇൻ വജീന. നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ശുക്ലം വജീനയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വജീനയിലേക്ക് ശുക്ലം എത്തിച്ചേരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ശുക്ലത്തെ നിക്ഷേപിക്കപ്പെടുന്നത്, ഇവിടെ ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ നിക്ഷേപിക്കുക. അപ്പം എങ്ങനെയാണ് സെമൻ വജീനയിലേക്ക് യോനിനാളിയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത്? ദ സെമൻ ഡെപ്പോസിറ്റഡ് ബൈ ദ പെന്നീസ്, അതായത് സെമൻ അല്ലെങ്കിൽ ശുക്ലത്തെ ഈ പെന്നീസാണ് ഇവിടെ യോനിനാളിയിലേക്ക് നിക്ഷേപിക്കുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദ സെക്സ്വൽ ഇൻ്റർകോഴ്സ്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സെമനെ പെന്നീസ് യോനിനാളിയിലേക്ക് വജീനയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി 37ാമത്തെ ചോദ്യം, അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി സ്പേംസ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ വജീന ഇൻ വൺ സെക്സ്വൽ ഇൻ്റർകോഴ്സ്, അതായത് ഏകദേശം എത്ര സ്പേമുകളെ അല്ലെങ്കിൽ പുരുഷ ബീജത്തെ ഡെപ്പോസിറ്റഡ് നിക്ഷേപിച്ചു ഇൻ വജീനയ്ക്കകത്ത് ഇൻ വൺ സെക്സ്വൽ ഇൻ്റർകോഴ്സ്, ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് എത്ര പുരുഷ ബീജങ്ങളെയാണ് യോനിനാളിയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നത്? അപ്രോക്സിമേറ്റ്ലി ഏകദേശം 400 മില്യൺ സ്പേംസ്, അതായത് 400 മില്യൺ സ്പേംസിനെയാണ് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് വജീനയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി 38ാമത്തെ ചോദ്യം, ഫ്രം വജീന വേർ ഡു ദ സ്പേം മൂവ്. വജീനയിൽ നിന്നും സ്പേം എങ്ങോട്ടാണ് പോകുന്നത്? ഉത്തരം ഇങ്ങനെയാണ്, ഫ്രം വജീന സ്പേം മൂവ്സ് ടു ദ യൂട്രസ് ത്രൂ സെർവിക്സ്, അതായത് വജീനയിൽ നിന്നും സ്പേം അല്ലെങ്കിൽ യോനി നാളിയിൽ നിന്നും സ്പേം മൂവ് ടു ദ യൂട്രസ്, ഗർഭപാത്രത്തിലേക്ക് എത്തുന്നു, അവിടെ നിന്നും സെർവിക്സിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. ആ ഭാഗം എങ്ങനെയാണ് സ്പേമിൻ്റെ യാത്ര എന്ന്. ത്രൂ വിച്ച് കനാൽ ദ സ്പേം മൂവ് ടു യൂട്രസ്, ഏത് കനാലിലൂടെയാണ് യൂട്രസിനകത്തേക്ക് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്തേക്ക് സ്പേം അല്ലെങ്കിൽ ശുക്ലം പോകുന്നത്? ഓക്കെ, ദ സ്പേം മൂവ് ടു ദ യൂട്രസ് ത്രൂ സെർവിക്സ് കനാൽ, സ്പേം യൂട്രസിനകത്തേക്ക് സെർവിക്സ് കനാലിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് സെർവിക്സ്? സെർവിക്സ് ഈസ് ദ ലോവർ നാരോ എൻഡ് ഓഫ് ദ യൂട്രസ് അല്ലെങ്കിൽ വൂംബ്, അതായത് ഒരു ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള കട്ടി കുറഞ്ഞ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന വൂം. ദാറ്റ് കണക്ട്സ് ദ യൂട്രസ് ടു വജീന. അതെന്താണ് ചെയ്യുന്നത്? ഗർഭപാത്രത്തെയും യോനി നാളിയെയും തമ്മിൽ കണക്റ്റ് ചെയ്യപ്പെടുന്ന ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് 41ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ദ സ്പേം ടു മൂവ്. എന്താണ് ഒരു സ്പേമിനെ മൂവ് ചെയ്യാനായിട്ട്, ചലിക്കുവാനായിട്ട് സഹായിക്കുന്നത്? സ്പേം മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ടെയിൽ, അതായത് ഈ സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം അവയുടെ ടെയിൽ കൊണ്ട്, വാലുകൊണ്ടാണ് ചലിച്ച് മുൻപോട്ട് പോകുന്നത്. ഇനി 43ാമത്തെ ചോദ്യം, ഹൗ മെനി സ്പേംസ് എൻ്റർ ദ ഓവിഡക്റ്റ്. എത്ര സ്പേമുകളാണ് ഒരു ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് ഓവിഡക്റ്റിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈംഗിക ബന്ധം കഴിഞ്ഞ് സ്പേം അവിടെ നിക്ഷേപിക്കപ്പെട്ടു. ഈ സ്പേമുകളിൽ നിന്നും എത്ര എണ്ണം ഓവിഡക്റ്റിനകത്തേക്ക് എത്തും? മൊത്തം 400 മില്യൺ സ്പേമുകൾ അവിടെ ഉണ്ട്. അതിൽ എത്ര എണ്ണം എത്തിച്ചേരും? എബൌട്ട് 100 ഓഫ് ദി സ്പേംസ് എൻ്റർ ദ ഓവിഡക്റ്റ്, അല്ലെങ്കിൽ ഈ ഓവിഡക്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 100 സ്പേമുകളാണ്, ഏകദേശം 100 സ്പേമുകളാണ് ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് കയറുക. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സ്പേം, നിങ്ങളുടെ പിതാവിൻ്റെ ഒരു സ്പേം അല്ലെങ്കിൽ ഒരു ബീജം അമ്മയുടെ ഒരു അണ്ഡവുമായിട്ട് ചേരുന്നത് 400 മില്യൺ സ്പേമുകളോട് പടവെട്ടി അവരെ എല്ലാവരെയും തോപ്പിച്ച് നിങ്ങൾ എത്തിച്ചേർന്നവരാണ് എൻ്റർ ദ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്. അതേഴ്സ് ഗെറ്റ് അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും, ബാക്കിയുള്ള സ്പേമുകൾക്ക് എന്ത് പറ്റും? അവയെല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവയെല്ലാം നശിച്ചു പോകുന്നു. ഓക്കെ, വാട്ട് ആർ ഓവിഡക്ട്സ് അല്ലെങ്കിൽ എന്താണ് ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറഞ്ഞാൽ? ഫെലോറ്റ്യൂബിയൻ ട്യൂബ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് പാസ്വേ ഫോർ ആൻ എഗ് ആൻഡ് സ്പേം ടു മീറ്റ്. അതായത് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു
ഭാഗമാണ്. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു എഗ്ഗും സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ സ്പേമും തമ്മിൽ കൂട്ടിച്ചേരുകയും ഫോർ ഫെർട്ടിലൈസ്ഡ് എഗ്, അത് എന്തായിത്തീരുന്നു? ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗായി തീരുവാൻ അല്ലെങ്കിൽ ഒരു എംബ്രിയോ ആയിട്ട് കൂടിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവും പോകുന്ന സ്ഥലമാണ്. ഇറ്റ് മേക്സ് വേ ടു യുവർ യൂട്രസ്. അത് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ യൂട്രസിനകത്തേക്കുള്ള വഴി ഒരുക്കുന്നു. ഇനി 45-ാമത്തെ ചോദ്യം, വേർ ആൻഡ് ഹൗ ദ സൈഗോട്ട് ഈസ് ഫോംഡ്. എവിടെ, എങ്ങനെയാണ് സൈഗോട്ട് രൂപപ്പെടുന്നത്? സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻ ദ ഓവിഡക്ട്, അതായത് പുരുഷ ബീജവും പുംബീജവും സ്ത്രീ ബീജവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ കിട്ടുന്നതിനെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അത് എവിടെയാണ് രൂപപ്പെടുന്നത്? അത് സാധാരണ രൂപപ്പെടുന്നത് ഓവിഡക്റ്റിലാണ്. ബൈ ദ ഫ്യൂഷൻ ഓഫ് സ്പേം ആൻഡ് എഗ്, അതായത് സ്പേമും എഗ്ഗും കൂടിച്ചേർന്ന് സൈഗോട്ട് രൂപപ്പെടുന്നു. ഇനി 46-ാമത്തെ ചോദ്യം, വെൻ ഡു ദ ഫെർട്ടിലൈസേഷൻ ചാൻസ് ഈസ് മോർ. എപ്പോഴാണ് ഫെർട്ടിലൈസേഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുവാനായിട്ടുള്ള ആ ഒരു അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരുന്നതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സമയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഈസ് മോർ പോസിബിൾ ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് 10th to 17th ഓഫ് ദ മെൻസ്ട്രൽ സർക്കിൾ, അതായത് 10ാം ദിവസം മുതൽ 17ാം ദിവസം വരെ ആ ആർത്തവ ചക്രത്തിനകത്താണ് എന്താണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിന് കൂടുതലായിട്ട് സാധ്യത ഉള്ളത്. നിങ്ങൾ കണ്ടു, ഈ 10 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ 14ാമത്തെ ദിവസമാണ് ആ പിക്ചറിൽ 5.1 നിങ്ങൾ കണ്ടു പച്ച കളറുള്ള, അന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ, ഇനി 46-ാമത്തെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്, ആഫ്റ്റർ ഓവുലേഷൻ ഹൗ മെനി അവേഴ്സ് ആൻ എഗ് ക്യാൻ സർവൈവ്. ഓവുലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓവറിയിൽ നിന്നും എഗ്ഗിനെ റിലീസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അണ്ടത്തെ റിലീസ് ചെയ്യുന്നതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഓവുലേഷൻ കഴിഞ്ഞ് എത്ര മണിക്കൂർ ഒരു എഗ്ഗിന്, ഒരു അണ്ടത്തിന് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിതോടെ ഇരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുവാനുള്ള പ്രാപ്തി ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻ എഗ് ക്യാൻ സർവൈവ് അപ് ടു 72 hours ആഫ്റ്റർ ഓവുലൈസേഷൻ. അപ്പോൾ ഒരു എഗ്ഗ് 72 മണിക്കൂർ ഓവുലേഷൻ കഴിഞ്ഞ് സർവൈവ് ചെയ്യാൻ അതിന് ജീവനോടെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് പോസിബിലിറ്റി ആയിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് 47-ാമത്തെ ചോദ്യം, ഹൗ മെനി അവേഴ്സ് എ സ്പേം ക്യാൻ സർവൈവ് ഇൻ ഫീമെയിൽ ബോഡി. അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ എത്ര മണിക്കൂർ ഒരു സ്പേമിന് അല്ലെങ്കിൽ ഒരു പുരുഷ ബീജത്തിന് സർവൈവ് ചെയ്യാൻ, അതായത് അതിന് ജീവനോടെ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് പറ്റുന്ന രീതിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കും. സ്പേം റിമൈൻസ് ഇൻ ദ ഫീമെയിൽ ബോഡി ഓൺലി 48 hours. അതായത് സ്പേം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ 48 മണിക്കൂർ മാത്രമാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇനി 48-ാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നത്, വിത്ത് ഹൗ മെനി അവേഴ്സ് എ സ്പേം ഷുഡ് ഗെറ്റ് ഫ്യൂസ് വിത്ത് ഓവം ടു ഗെറ്റ് ഫെർട്ടിലൈസ്ഡ്. എത്ര മണിക്കൂറിനുള്ളിൽ ഒരു സ്പേം ഒരു എഗ്ഗുമായിട്ട് കൂടിച്ചേരണം എന്തിന്? ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടിയിട്ട്. ദ സ്പേം ക്യാൻ ഫ്യൂസ് വിത്ത് ദ ഓവം ഓൺലി ഫോർ 36 hours. അതായത് ഒരു സ്പേം എങ്ങനെയാണ് ഒരു 36 മണിക്കൂറിനുള്ളിൽ എന്താണ് ഓവവുമായിട്ട് കൂടിച്ചേർന്നാൽ മാത്രമാണ് ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 49-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഓവം. ഓവം എന്ന് വെച്ചാൽ എന്താണ്? ഓവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഓവം ഈസ് അനദർ നെയിം ഫോർ എ എഗ് സെൽ. അതായത് ഓവം എന്ന് പറയുന്നത് സ്ത്രീയുടെ ആ അണ്ടത്തിന് അല്ലെങ്കിൽ എഗ്ഗിന് പറയുന്ന മറ്റൊരു പേരാണ് ഓവം എന്ന് പറയുന്നത്. ഓക്കെ, ഓവം ഈസ് മച്വർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ. ഓവം എന്ന് പറയുന്നത് പരിവപ്പെട്ട അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വളർച്ച പൂർത്തീകരിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് അവളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശമാണ്. എസ്പെഷ്യലി ഓഫ് ഹ്യൂമൻ ഓർ അതർ അനിമൽ. അത് പ്രത്യേകിച്ചും മനുഷ്യൻ്റെയോ മറ്റ് ജീവജാലങ്ങളിലോ എന്താണ് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോശത്തെയാണ് ഓവം അല്ലെങ്കിൽ എഗ് സെൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാം, ഇറ്റ് ക്യാൻ ഡിവൈഡ് ടു ഗീവ് റേസ് ടു ആൻ എംബ്രിയോ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ഓവം സ്പേമുമായിട്ട് കൂടിച്ചേർന്നതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഒരു എംബ്രിയോയായിട്ട് രൂപപ്പെടുകയും ഈ എംബ്രിയോയ്ക്ക് എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. എംബ്രിയോസ് ആർ ഫോംഡ് ഓൺലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബൈ മെയിൽ സെൽ. അതായത് എംബ്രിയോ എപ്പോഴാണ് രൂപപ്പെടുന്നത്? ഒരു മെയിൽ സെൽ അല്ലെങ്കിൽ ഒരു പുംബീജവുമായിട്ട് അണ്ടം ചേർന്നതിന് ശേഷം മാത്രമേ എംബ്രിയോ രൂപപ്പെടുകയുള്ളൂ. ഈ എംബ്രിയോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഡിവൈഡ് ചെയ്ത് പുതിയ ഒരു ജീവിയെ, ഇതിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു ജീവിയെ സൃഷ്ടിക്കുന്നതിനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.